ചരിത്രമേറെ പറയാനുള്ള വയനാട്ടിലെ കേളത്ത് തറവാടിൻ്റെ മുറ്റത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 350 വർഷത്തോളം പഴക്കമുള്ള ഒരു തറവാടാണിത്. ഇന്നിതൊരു ഹെറിറ്റേജ് ഹോം സ്റ്റേ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസും നമ്പറും എല്ലാം ഞങ്ങൾ താഴെ കൊടുക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ സ്റ്റേ ഇവിടെ ആക്കാം. ഓ ആവാലോ. ഓക്കെ ഓക്കെ. ഇത് കോട്ടയം തമ്പുരാന് ഇവർക്ക് സമ്മാനമായിട്ട് കൊടുത്തതാണ്. ഇത് ഒരു ടേബിളിന്റെ ഒരു പദ്ധതി മാത്രമാണ്. ഇവിടെ നോക്കിയാൽ മുറിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇതിനോട് ശേഷിപ്പായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. സിനിമാക്കാരൊക്കെ വന്നിട്ട് കഥയും കവിതയൊക്കെ എഴുതാൻ വേണ്ടി വരലുണ്ട്. ഒരു കവിതയൊക്കെ എഴുതാനുള്ള ഒരു മൂഡൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് ഞാൻ എഴുതും. കണ്ടല്ലോ. ഇവിടെ വെച്ച് കുറെ സീരിയൽസ്, പിന്നെ തമിഴ് മൂവീസ്, പിന്നെ മലയാളത്തിലൊരു ആൽബം ഇല്ലേ, തമ്പുരാൻ എഴുന്നള്ളി, അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, കറക്റ്റ് സ്ക്വയറാണ്. നിങ്ങൾക്ക് കണക്ക് വെച്ചിട്ട് പണിതതാണ്. പണ്ട് കാലത്തെ മരത്തിന്റെ വാതിലാണ്. ഹൈറ്റ് നോക്കിയാൽ കണ്ട നിൽക്കുമ്പോൾ ഇതാ ഒരാൾക്ക് കറക്റ്റ് നിൽക്കാൻ പറ്റില്ല ഹൈറ്റ്. അതിനൊരു ഐതിഹ്യമുണ്ട്. പണ്ട് കാലത്തുള്ളവർ പറയും വണങ്ങി കയറണമെന്ന്. ആ ഒരു ബേസ് വെച്ചിട്ടാണ് ഇങ്ങനെ ഇത്ര ഹൈറ്റ് കുറഞ്ഞ വാതിലുകൾ കൊടുക്കുന്നത്. ഇനി തുറക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാം. ഇതാണ് സപ്രപഞ്ച കട്ടില്. ഇതിന്റെ ഹൈറ്റ് നമ്മൾ നിൽക്കുമ്പോഴേ മനസ്സിലാക്കണം. എനിക്കൊക്കെ ഞാൻ കേറിയിരിക്കണം, ഇത്ര ഹൈറ്റ് ഉണ്ട്. തൂണുണ്ടോ? മരമാണ്, ഒറിജിനൽ മരം. ഇന്നെ നോക്കിയാ മച്ച് നോക്കിയാ മച്ച്. എന്തൊക്കെയാ കിളിവാദ്യം പണ്ട് കാലത്തൊക്കെ പണ്ട് കാലത്ത് നായകനെ കാത്തിരിക്കുന്ന നായിക. പിന്നെ ഒരു പാടില്ലേ, ഉസ്താദ് പാട്ട്. പണ്ട് കാലത്ത് അലമാരയാണ് മരത്തിന്റെ. മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത്. പണ്ട് കാലത്തെ ടേബിളായിരുന്നു ഓപ്പൺ ആക്കാൻ വേണ്ടി. അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. പണ്ട് കാലത്ത് കോടതിയും പഞ്ചായത്തും എല്ലാം ഇവിടെ ആയിരുന്നു. എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത് ഇവിടെ വെച്ചിട്ടായിരുന്നു. പിന്നെ ഇന്നത്തെ കാലത്ത് ഇത് യോഗ, മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഈ തറവാട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം ഇതാണ്.
കുറേ കഴുക്കോല് ചേർന്നിട്ട് ആ ഒരു മക്കുടത്തിലേക്കാണ് പോയിട്ടുള്ളത്. അത് പണ്ടുകാലത്തെ പെരുന്തച്ഛൻ്റെ തച്ചുശാസ്ത്രം അനുസരിച്ച് പണിത ഒരു കൺസ്ട്രക്ഷനാണ്. ഇന്നത്തെ കാലത്തൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല അല്ലേ? ഇല്ല ഇല്ല, ഇന്നത്തെ കാലത്ത് ആശാരിമാർക്കൊന്നും ഇങ്ങനെയൊന്നും പണിയാൻ പറ്റില്ല എന്നാണ് ഇവരും പറയുന്നത്. കൃത്യമായിട്ടെല്ലാം ജനവാദം എല്ലാ കൺസ്ട്രക്ഷനും കണക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പണിതിട്ടുള്ളതാണ്. കിളിവാതില് ഇവിടുത്തെ തുറക്കാൻ പറ്റുമോ? കാറ്റ് വെളിച്ചൊക്കെ കിട്ടാൻ വേണ്ടി. രാവിലെ എഴുന്നേറ്റിട്ട് അടുത്ത വീട്ടുകാരൊക്കെ അറിയും നമ്മൾ എഴുന്നേറ്റു. രാവിലെ എഴുന്നേറ്റ് സൗണ്ട് ഉണ്ടാവും. നമുക്ക് വൈകിട്ട് ചായ കുടിച്ചിരിക്കാൻ റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ സ്പേസ് ആണല്ലേ ഇത്? അതെ അതെ, ചുറ്റും ഇല്ലിക്കൂട്ടങ്ങൾ. പണ്ടൊരു നാലുകെട്ടായിരുന്നു, ഇപ്പൊ പകുതി ആദ്യം ഇടിഞ്ഞു പോയി, പകുതിയേ ഉള്ളൂ. അതെ, തെക്കിനി വടക്കിനി പടിഞ്ഞാറ്റിനി അങ്ങനെ. നമ്മ കണ്ട ഭാഗേതാ? ഇത് തെക്കിനിയാണ്. തെക്കിനി പണ്ട് 30ഓളം ആനയും കുതിരയൊക്കെ ഉണ്ടായിരുന്ന ഒരു തറവാടായിരുന്നു. അടിപൊളിയായിരിക്കില്ലേ? ഇവിടെ ഒരു തമ്പുരാട്ടി ആയിട്ടൊക്കെ ജനിക്കുവാണെങ്കിൽ അതെ അതെ പൊളിച്ചേനെ. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.